കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി വിശ്വാസത്തിൻ്റെ പടികൾ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ അതിപ്രധാനമായ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. വിശ്വാസത്തിൻ്റെ നടപ്പ്, വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, വിശ്വാസത്തിൻ്റെ ഭയഭക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ്, വിശ്വാസത്തിൻ്റെ പ്രത്യാശ, ഇത്രയും കാര്യം ചിന്തിപ്പാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിപ്പാൻ കരുണയായി. വീണ്ടും നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരീക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുവാന്നൊക്കെ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇവിടെ ദൈവദാസനായിരിക്കുന്ന അബ്രഹാം പരീക്ഷിക്കപ്പെടുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത് ഏത് നിലയിലുള്ള പരീക്ഷയാണ് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. യഥാർത്ഥമായി വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മെ പരീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യുന്ന, വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങൾ നമ്മിൽ വെളിപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ നാം തോറ്റുപോകുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാന്നൊക്കെ കാരണമായി തീരണം. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വരുന്നത്? നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത വളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബ് പറയുന്നൊരു കാര്യം, വിശ്വാസത്തിന്റെ പരിശോധന നമ്മെ സ്ഥിരത ഉളവാക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകളും ചില പ്രതികൂലങ്ങളും ചില പ്രയാസങ്ങളും ചില വേദനാജനകമായ അനുഭവങ്ങളും ചില ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളും തള്ളിക്കളയപ്പെടുന്ന അനുഭവങ്ങളും പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരാം. ഇത് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നാ ചോദിച്ചാൽ, നമ്മെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു പരിപാടി. നാം വിശ്വാസത്തിൽ ശക്തരൊന്നുമല്ല, ബലഹീനരാണ്. എന്നാൽ അനുഭവത്തിലൂടെയാണ് നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെടുവാന്നൊക്കെ കാരണമായി തീരുന്നത്. നോക്കുക, തിരുവചനത്തിലെ താളുകൾ ഓരോന്നായി പഠിക്കുമ്പോൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തപ്പെടുന്നു എന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും നമ്മുടെ ഒരനുഭവമാണ് മറ്റു അനുഭവത്തിലേക്ക് നമ്മെ സ്ഥിരതയുള്ളവരാക്കി മാറ്റുന്നത്. ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കുന്ന വേളകളിൽ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്കത് ശക്തി ഓജസ്സും നൽകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. നോക്കുക, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാനിയേൽ ബാബേലിൽ ഒരടിമ ബാലകനായി താൻ കടന്നു വരികയാണ്. താൻ രാജ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ വന്ന നാള് മുതൽ പരിശോധനകൾ നമുക്കവിടെ കാണാം. ചെന്ന ഉടനെ പേരുമാറ്റം എന്ന പരിശോധന. ദാനിയേൽ എന്ന പറയുന്ന വാക്കിന്റെ അർത്ഥം ദൈവന്റെ ന്യായാധിപതി എന്നാണ് പേരിന്റെ അർത്ഥം. എന്നാൽ മാറ്റിയിട്ട പേര് ബെൽഷസർ എന്നാണ്, ബേൽ ദേവന്റെ ദാസൻ. അപ്പോൾ അങ്ങനെ പരിശോധന വന്നു. എന്നാൽ അവിടെയും താൻ പിടിച്ചു നിന്നു. രണ്ടാമത്തെ തന്റെ പരിശോധന ആഹാരമാറ്റമായിരുന്നു. 1:8 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധിഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പോൾ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭക്ഷണമാറ്റത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു പരിശോധന കടന്നു വരുവാനിടയായി. ആ പരീക്ഷയിലും താൻ ജയിപ്പാൻ കാരണം തനിക്കറിയാം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന്. വീണ്ടും നമുക്ക് കാണാനായി സാധിക്കുന്നത് ആരാധന മാറ്റത്തിന്റെ ഒരു പരിശോധനയാണ്. നമുക്കവിടെ ദർശിപ്പാൻ കഴിയുന്ന കാര്യം, രാജാവ് ദൂര സമഭൂമിയിൽ ഒരു വലിയ ബിംബം ഉണ്ടാക്കിച്ച് പറയുകയാണ്, ജീവൻ വേണമെങ്കിൽ ഈ ബിംബത്തെ നമസ്കരിച്ചു കൊള്ളുക എന്ന്. അവിടെ നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. ഹനന്യാവും മീശായേലും അസരയാവും പറയുകയാണ്, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രാജാവിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടിവിക്കും. ഞങ്ങൾ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന്. അവിടെ സംഭവിച്ച കാര്യം, രാജാവിന് കോപം കൂടെ നിറഞ്ഞു. തീച്ചൂള 7 മടങ്ങായി വർദ്ധിപ്പിച്ചു എന്ന് കാണാനായി സാധിക്കുന്നു. നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ശത്രു നമുക്കെതിരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാം നമ്മുടെ തീരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ ശത്രു അവരുടെ തീരുമാനം വർദ്ധിപ്പിക്കുകയാണ്. ശത്രുവിന്റെ തീരുമാനം എന്നാ? തീച്ചൂളയിലിടുമെന്നാണ്.
എന്നാൽ അവർ തീരുമാനം വർദ്ധിച്ചപ്പോൾ ശത്രു പറഞ്ഞ എന്താണ്? 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ ദൈവഭക്തന്മാർക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ ദൈവം ഞങ്ങൾ രാജാവിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടുവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ അനുഭവിക്കുന്ന വേദനയുടെ മുമ്പിൽ, ആരോടും പറയുവാൻ കഴിയാത്ത, അത് ചില ഞരക്കത്തിന്റെ മുമ്പിൽ നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എല്ലാം എല്ലായ്പ്പോഴും എല്ലാവരോടും തുറന്നു പറയാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നീ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ നിന്റെ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് തന്നെയാണ്. ആ തീച്ചൂടിലേക്ക് അവർ എറിയപ്പെടുന്ന രംഗത്തിൽ, അതായത് തീച്ചൂടിലേക്ക് എറിയുന്ന വ്യക്തികൾ ദഹിച്ചുപോയി തീയുടെ ചൂട് നിമിത്തം. എന്നാൽ ദൈവദാസന്മാർ തീച്ചൂളയിൽ 4-ാമനോടുകൂടെ നടക്കുന്ന രംഗമാണ് കാണാനായി സാധിക്കുന്നത്. വെല്ലുവിളിക്കുന്ന രാജാവോ ചോദിക്കുകയാണ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ പറ്റിയ ദൈവം ആരെന്ന്. നിന്റെ വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ വന്നാലും നീ പതറിപ്പോകരുത്. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. ഈ 4-ാമന്റെ കൂടെ നടന്നപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. അവൻ പറയുക, നമ്മൾ 3 പേരെയല്ലോ തീച്ചൂളയിൽ ഇട്ടത്, 4-വനായ ഒരുവനെ കാണുന്നു, അവൻ ദൈവദൂതന് തുല്യമാണ്. ഈ രാജാവ് പിന്നീട് പറയുകയാണ്, ഇവരുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലെന്ന്. നിന്റെ ശത്രുവിനെ കൊണ്ട് നിന്നെ മാനിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമതായിട്ട് ദൈവദാസനായിരിക്കുന്ന യാക്കോബ് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അതിന്റെ 12-ാം വാക്യം, എന്തിനാ നമ്മുടെ ജീവിതത്തിൽ പരിശോധന കടന്നു വരുന്നത്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന്. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന ഒരുവൻ മനസ്സിലാക്കണം, നമ്മെ കൊള്ളാകുന്നവരാക്കിയ ദൈവം തെളിയിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോബ് പരീക്ഷയിലൂടെ കടന്നുപോയി. അവൻ വളരെ മാനസികമായി തകർന്നവനാണ്. അവൻ ശാരീരികമായി തകർന്നു, അവൻ സാമ്പത്തികമായി തകർന്നു. ഒരു പരിധിവരെയും അവന്റെ സ്നേഹിതന്മാർ പോലും വന്ന് അവരോട് പറഞ്ഞ വാക്കുകൾ വ്യസനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവം അവനോട് ഇടപെടുന്ന രംഗം നമുക്ക് തിരുവചനത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട്. തൻ്റെതായിരിക്കുന്ന ആ പരിശോധന അവനെ തകർത്ത് കളയുകയല്ല ചെയ്തത്, അനുഭവങ്ങൾ അവനെ കൊള്ളാകുന്നവനായി തെളിയിപ്പാന്നൊക്കെ കാരണമായി തീർന്നു. നാമും നമ്മുടെ ജീവിതയാത്രയിൽ പരിശോധനയുടെ ആഴം എത്രത്തോളം വലുതാണോ അത്രത്തോളം നീ അനേകരുടെ മുമ്പിൽ കൊള്ളാകുന്നവനാക്കി മാറ്റാൻ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാന്നൊക്കെയാകണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ പരീക്ഷിച്ചതെന്ന് കാണാനായി സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തെക്കുറിച്ചൊരു ഭയമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം ആ പരീക്ഷിച്ചതെന്ന് പുറപ്പാട് പുസ്തകത്തിൽ അത് നമുക്ക് കാണാനായി സാധിക്കുന്നു. ദൈവം പരീക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ, നാം പാപം ചെയ്യാതെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനാണ്. തിരുവചനം വായിക്കുന്ന എങ്ങനെയാണ്, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ എന്ന് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കുന്നു. അതെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, വിശ്വാസത്തിന്റെ പരിശോധന നമ്മെ കൊള്ളാകുന്നവരായി തെളിയിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ അതേ സ്ഥിരതയുളവാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.